السلام عليكم ورحمة الله وبركاته. الحمد لله ثم الحمد لله ألف مرة. السلام عليك يا شهر رمضان. പടച്ച തമ്പുരാൻ അർഹമുർ റഹീമായ ജല്ല ജലാലായ അല്ലാഹു ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന 2 മാസം കൊണ്ടുള്ള പ്രാർത്ഥന അനർത്ഥമാക്കി അല്ലാഹു നമ്മളിലേക്ക് പരിശുദ്ധമായ റമദാനെ എത്തിച്ചു തന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഈ റമദാൻ ഉദ്ഘോഷിക്കുന്ന ഏതെല്ലാം വിഷയങ്ങളാണോ, ഏതെല്ലാം കാര്യങ്ങളാണോ, ഏതെല്ലാം ഇബാദത്തുകളാണോ, ഏതെല്ലാം സുഹൃതങ്ങളാണോ, അതെല്ലാം ആദ്യം മുതൽ അവസാനം വരെ നിർവഹിച്ച് സന്തോഷത്തിൽ ആറാടാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫർദ് നിസ്കാരം, ജമാഅത്ത് നിസ്കാരം, സുന്നത്ത് നിസ്കാരം, വിത്ർ നിസ്കാരം, ദുഹാ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, തറാവീഹ് നിസ്കാരം, സകാത്ത്, സ്വദഖ, ഖുർആൻ പാരായണം, തസ്ബീഹ്, സ്വലാത്തുൻ നബിയൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി എല്ലാ ആരാധനകളും ഒന്നും മുടങ്ങാതെ മറക്കാതെ കൃത്യമായി ചെയ്യാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിലുള്ള ആഫിയത്ത്, ആരോഗ്യം, സന്മനസ് എല്ലാം ഒത്തിണക്കി ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരു വൻ അപകടം പറയുകയാണ്. ഒരു വൻ അപകടം. എന്താണ് അപകടം? നമുക്കെല്ലാവർക്കും അറിയാം. ഒരു വലിയ കൊട്ടാരം ചില്ലുകൊണ്ടുണ്ടാക്കി അത് പെട്ടെന്നൊരു ബോംബിട്ടോ അല്ലെങ്കിൽ മറ്റ് പെട്ടെന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് അതങ്ങ് തകിടം പറഞ്ഞു പോയാൽ ആ ചില്ല് കൊട്ടാരം വെറും കുപ്പിച്ചില്ലുകളായി മാറും. നമുക്കറിയാം, ചിതൽപുറ്റുകൾ വലിയ ആവേശത്തോടെയും ആഗ്രഹത്തോടെയും കെട്ടിപ്പടുക്കുന്ന ചിതൽപുറ്റുകൾ ഒരു മഴത്തുള്ളി വീഴുമ്പോൾ അതെല്ലാം അലിഞ്ഞു പോവുകയാണ്. നമുക്കറിയാം, ചിലന്തി വല കെട്ടുന്നു. അവർക്ക് എത്രയോ ദിവസങ്ങളിൽ, എത്രയോ നാളുകളിൽ അവിടെ ജീവിക്കാനും ഇരകളെ പിടിച്ച് ഭക്ഷിക്കാനുമുള്ള സംവിധാനത്തോടുകൂടി അതിൻ്റെ നിഗമനത്തിൽ വലിയ കൊട്ടാരം പണിയുകയാണ്. പക്ഷേ അതിലേക്ക് മനുഷ്യരോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പുകളോ ഏതെങ്കിലും വസ്തുക്കൾ വീണാൽ നിമിഷം തോറും അത് തകിടം മറിയും, ഇല്ലാതെയായി പോകും. എന്നതുപോലെ നമ്മുടെ ആരാധനകളും നമ്മുടെ ഇബാദത്തുകളും നാം ചെയ്യുന്ന സർവ്വ അഅ്മാലുകളും നിമിഷം കൊണ്ട് തകിടം മറിയുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വൻ അപകടം നാം മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്ത് പതുങ്ങിയിരിക്കുന്ന ആ വലിയൊരു അപകടത്തെ സംബന്ധിച്ച് മനസ്സിലാക്കണം, തിരിച്ചറിയണം. അത് പറയുന്നതാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്തു മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ. ഞങ്ങൾ ഒരു യാത്രയിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഫഅസ്ബഹതു യൗമൻ ഖരീബൻ മിൻഹു വനഹ്നു നസീർ. ഒരു പ്രഭാത സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞങ്ങൾ നടക്കുകയാണ്. അത് റസൂലുള്ളാഹിയുടെ അടുത്ത് നടക്കുകയാണ്. ഫഖുൽതു, അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അഖ്ബിർനി ബിഅമലിൻ, എനിക്കൊരു നല്ല കാര്യം പറഞ്ഞു തരുമോ? യുദ്ഖിലിനി അൽ ജന്ന, ആ അമൽ ചെയ്യുമ്പോൾ എന്നെ സ്വർഗത്തിൽ പ്രവേശിക്കും, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വയുബാഇദുനി മിനൻ നാർ, നരകത്തിൽ നിന്ന് വിദൂരമാവുകയും ചെയ്യും. ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഖാല ലഖദ് സഅൽതനി അൻ അളീം, മോനെ, നീ എന്നോട് ചോദിച്ചത് ചെറിയ ഒരു കാര്യമൊന്നും അല്ലല്ലോ, വലിയൊരു കാര്യമല്ലേ. എന്നാ ഞാൻ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. വ ഇന്നഹു ലയസീറുൻ, അത് വളരെ എളുപ്പമാണ്. സ്വർഗത്തിൽ പ്രവേശിക്കാൻ വളരെ എളുപ്പമാണ്, നരകത്തിൽ നിന്ന് വിദൂരമാകാൻ വളരെ എളുപ്പമാണ്. അലാമൻ യസ്റഹുല്ലാഹു അലൈഹി, പക്ഷേ അള്ളാഹുവിൻ്റെ ആ ഒരു ഖുദ്റത്തുണ്ടാവണം, അള്ളാഹുവിൻ്റെ ഒരു സഹായം ഉണ്ടാവണം, അള്ളാഹുവിൽ നിന്നൊരു എളുപ്പമുണ്ടാകണം. എന്നാൽ അള്ളാഹുവിൻ്റെ ബക്കത്തു നിന്നുള്ള തൗഫീഖ് കൊണ്ട് ഈ വലിയ കാര്യം സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, തഅബുദുല്ലാഹ് വലാ തുശ്രിക് ബിഹി ശൈആ, നീ അള്ളാഹുവിനെ ആരാധിക്കണം. ഒരു നിലയ്ക്കും നിന്റെ വാക്കുകൊണ്ടോ നിന്റെ പ്രവൃത്തി കൊണ്ടോ നിന്റെ ചിന്ത കൊണ്ടോ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ പങ്കുകാരൻ ഒരാളെയും ഒരു വസ്തുവിനെയും ആക്കാൻ പാടില്ല. കറകളഞ്ഞ് അള്ളാഹുവിനെ പറ്റി നാം ചെയ്യുന്ന ആരാധനകൾ മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം. അള്ളാഹുവിന് വേണ്ടി നീ ഇബാദത്ത് ചെയ്യണം. വതുഖീമുസ്സലാഹ്, നിസ്കാരം നീ നിലനിർത്തണം. വതുഉതി സകാഹ്, നീ സകാത്ത് കൊടുക്കണം. വതസൂമു റമളാൻ, നോമ്പനുഷ്ഠിക്കണം റമളാൻ മാസത്തിൽ. വതഹജ്ജുൽ ബൈത്ത്, ഹജ്ജ് ചെയ്യണം.
നിസ്കാരത്തിൻ്റെ ഇസ്ലാമിൻ്റെ 5 കാര്യങ്ങൾ അങ്ങ് വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം നിർബന്ധമാണ്, സുന്നത്തല്ല. ഇതെല്ലാം ഫർളാൻ, ഇതെല്ലാം നിർബന്ധമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത വസ്തുക്കളാണ് ഈ 5 കാര്യങ്ങളും. സുമ്മഖാല, എക്സ്ട്രാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല അദുല്ലുക അല അബ്വാബിൽ ഖൈർ, എന്നാൽ ഖൈറിന്റെ ബാബുകൾ ഞാനൊന്ന് പറഞ്ഞു തരട്ടെയോ? ഖൈറിന്റെ ഒരുപാട് ബാബുകളുണ്ട്, നിനക്ക് ഞാനത് പറഞ്ഞു തരട്ടെയോ? അസ്സൗമു ജുന്നത്തുൻ വസ്സദഖത്തു തുത്ഫിഉൽ ഖതീഅത കമാ യുത്ഫിഉൽ മാഉൻ നാർ. നോമ്പ് ഒരു പരിചയാണ്, ഒരു തടസ്സമാണ്, ഒരു മറയാണ്. ഹറാമിൽ നിന്ന് വരാതെ പൂർണ്ണമായും അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ് നോമ്പ്. സ്വതക്കയോ അത് പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ്. കമാ യുത്ഫിഉൽ മാഉൻ നാർ, കത്തുന്ന തീയിലേക്ക് വെള്ളമെടുത്തൊടിക്കുമ്പോൾ ആ തീ എങ്ങനെ അണയുന്നോ അതുപോലെ പാപങ്ങൾ പൊറുക്കും സ്വതക്ക. വസ്സലാത്തുർ റജുലി ഫീ ജൗഫിൽ ലൈൽ, അർദ്ധരാത്രിയുള്ള നിസ്കാരം, സുബ്ഹിക്ക് സ്വല്പം നേരത്തെ എഴുന്നേറ്റാൽ തഹജ്ജുദ് നിസ്കാരം സാധിക്കും ആർക്കും, അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തഹജ്ജുദ് നിസ്കാരത്തിന് ഹെൽപ്പായി ഓതിയത് തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദ്ഊന റബ്ബഹും എന്ന് തുടങ്ങുന്ന ആയത്ത് യഅമലൂൻ വരെ അവസാനം അങ്ങ് ഓതിക്കൊടുത്തു. സുമ്മ ഖാല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക ബിറഅസിൽ അംരി കുല്ലിഹി വഅമൂദിഹി വദിർവതി സനാമിഹി, എന്നാൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, എന്നാൽ ഇതിൻ്റെ എല്ലാം ആകത്തുക ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? ഖുൽതു, ഞാൻ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, ആയിക്കോട്ടെ പറഞ്ഞു തരൂ നബിയെ. കാല റഅസുൽ അംർ, ഏത് കാര്യത്തിൻ്റെയും ഹെഡ് അൽ ഇസ്ലാം, പരിശുദ്ധമായ ഇസ്ലാമാണ്. ഇസ്ലാമിൽ അടിയുറച്ച് നിന്നുകൊണ്ട് വേണം ഏത് കാര്യവും നാം ചെയ്യാൻ. വഅമൂദുഹു അസ്സലാ, ഇസ്ലാമിൻ്റെ തൂണ്, നെടും തൂണ് അത് നിസ്കാരമാണ്. തൂണില്ലെങ്കിൽ ബിൽഡിംഗ് ഇല്ല എന്നതുപോലെ നിസ്കാരമില്ലെങ്കിൽ ഇസ്ലാമില്ല. വദിർവതു സനാമിഹി, ഒരു വസ്തുവിൻ്റെ മൂർധാവ്, ഉത്തമ സോപാനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതെന്താണ്? അൽ ജിഹാദു, ധർമ്മ സമരമാണ്. ആവശ്യമുള്ള സമയത്ത് ഇസ്ലാമിനെ നശിപ്പിക്കാനും ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാനും വരുന്നവരെ മാന്യമായി അവരോട് പ്രതിരോധിക്കുക, അതാണ് ജിഹാദ്. സുമ്മ ഖാല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക ബിമലാകി ദാലിക കുല്ലി, ഇതാണ് വൻ അപകടം എന്ന് പറഞ്ഞതിൻ്റെ വൻ അപകടം എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ ഇത്രയും ഒരുപാട് സുഹൃതങ്ങൾ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ, സുന്നത്തായ കാര്യങ്ങൾ, ഫർളായ കാര്യങ്ങൾ, അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ, അഥവാ ഇതെല്ലാം ചെയ്താൽ സ്വർഗത്തിൽ കടക്കും ഉറപ്പാണ്. നരകത്തിൻ്റെ 7 അയലത്ത് പോലും ചെല്ലാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഇതിൻ്റെ എല്ലാം ആകത്തുക ഞാൻ നിന്നോടൊന്ന് പറഞ്ഞു തരട്ടെയോ? ഖുൽതു ബലാ യാ റസൂലല്ലാഹ്, നബിയെ, ഈ കണ്ട ഇതിൻ്റെ ഒക്കെ പ്രതിഫലവും ഇതൊക്കെ ചെയ്യാനും ഇതിൻ്റെ ഒക്കെ പ്രതിഫലം ലഭിച്ച് നാളെ സ്വർഗത്തിൽ കടക്കണമല്ലോ, അത് കടക്കാൻ ഈ കാര്യം മെയിനായിട്ട് നീ ശ്രദ്ധിക്കണം. എന്നിട്ട് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഅഖദ ബിലിസാനിഹി, പുറത്തോട്ട് നാവ് വെച്ചിട്ട് എടുത്തിട്ട് ആ നാവിൽ അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് കാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുഫ അലൈക ഹാദാ, ഈ സാധനമുണ്ടല്ലോ, ഈ എല്ലില്ലാത്ത നാവുണ്ടല്ലോ, ഈ നാവിനെ നീ സൂക്ഷിക്കണം, ഈ നാവിനെ നീ തടയിടണം. ഈ നാവ് കാരണമായി നിന്റെ അഅ്മാലുകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകും. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, വ ഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, ഏതെങ്കിലും സാഹചര്യത്തിൽ ഞങ്ങൾ എന്തെങ്കിലും സംസാരിച്ചു പോയാൽ ആ സംസാരിക്കൽ കാരണമായി ഞങ്ങൾ ശിക്ഷിക്കപ്പെടുമോ ഈ നാവ് കാരണമായി? ഫഖാല ഫഖൽതുക ഉമ്മുക യാ മുആദ്, മുആദേ, നമ്മൾ സാധാരണ പറയില്ലേ, എന്താണ് നിനക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ എന്ന ഒരു ശൈലിയുടെ അറബി വേടാണ് ഫഖൽതുക ഉമ്മുക യാ മുആദ്. ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലേ എന്നാ ഒരു പ്രശ്നമാണ്. വഹൽ യകുബ്ബുൻ നാസ ഫിൽ നാരി അലാ വുജൂഹിഹിം വഅലാ ഔ അലാ മനാഖിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം, നരകത്തിൽ മുഖം കുത്തി വീഴാൻ കാരണമെന്താ? അവരുടെ മുഖവും അവരുടെ മൂക്കും അവരുടെ എല്ലാം മുഖം കുത്തി നരകത്തിൽ വീഴാൻ കാരണം എന്താണെന്നറിയുമോ?
ഹസായിദു അൽസിനതിഹിം, അവരുടെ നാവുകളുടെ കൊയ്ത്താണ്. കൊയ്ത്ത് നമുക്കറിയാം, പാടം നെല്ല് വിളഞ്ഞു നിൽക്കുന്നു, ആ നെല്ലെല്ലാം കൊയ്തു പോയാൽ പിന്നെ ആ പാടത്തിൽ എന്തുണ്ടാവും? ആ കൊയ്ത് കൊണ്ടുപോയ നെല്ലിന്റെ കുറച്ച് ഭാഗം മാത്രം കുറ്റി എന്നൊക്കെ പറയും. ആ കുറ്റി മാത്രമാണ് അവിടെ ഉണ്ടാവുക, ബാക്കി ഒന്നും അവിടെ ഉണ്ടാവില്ല. എന്നതുപോലെ നരകത്തിൽ കുത്തി വീഴും ഈ നാവിനെ സൂക്ഷിച്ചില്ല എങ്കിൽ. ഈ നാവ് നല്ലതുപോലെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തില്ല എങ്കിൽ നമ്മുടെ ആരാധനകളും വിവാദത്തുകളും മുഴുവനും തകിടം മറിയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട, എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനും ശ്രദ്ധിക്കാനും പറയാനുള്ളത് ഈ ഒരൊറ്റ നാവിനെ സംബന്ധിച്ചാണ്. ഇനിയും 2 അവയവം നമ്മുടെ ശരീരത്തിൽ ഒളിഞ്ഞിരിപ്പമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെ നാവിനെ നല്ലതുപോലെ സൂക്ഷിക്കണം. പരിശുദ്ധമായ റമദാൻ മാസമാണ്. ഇത് റമദാനിൽ മാത്രമുള്ളതല്ല, എല്ലാ സമയത്തും ഉള്ളതാണ്. പക്ഷേ റമദാനിൽ പ്രത്യേകം നാം സൂക്ഷിക്കണം. വലിയ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ മുഴുവനും ഉപേക്ഷിച്ച് ഇബാദത്തുകൾ മുഖരിതമായി എല്ലാം ഉണ്ടാക്കിയെടുത്ത് റമദാൻ അവസാനമാകുമ്പോഴേക്കും ഓരോ ദിവസവും നമ്മുടെ നാവ് കൊണ്ട് യശണിയും പരദൂഷണവും പറഞ്ഞ് ആവശ്യമില്ലാത്തതിലൊക്കെ ഇടപെട്ട് നമ്മുടെ ആരാധനകൾ ഓരോ ദിവസവും നഷ്ടപ്പെടുത്തരുതേ എന്നാണ് വിനീതമായി സ്നേഹപൂർവം ബഹുമാനപൂർവം നിങ്ങളോട് പറയാനുള്ളത്. അല്ലാഹു തആല അത്തരുണത്തിൽ നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കാതെ നല്ല കാര്യങ്ങൾ മാത്രം നമ്മുടെ നാവ് കൊണ്ട് സംസാരിച്ച് ഈ പരിശുദ്ധമായ റമദാൻ എല്ലാ നിലയ്ക്കും നമുക്ക് അനുകൂലമാക്കി സന്തോഷമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിജാഹിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ.